തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ കസ്റ്റഡിയിലായ പ്രതി അഫാന് ദേഹാസ്വാസ്ഥ്യം. പാങ്ങോട് സ്റ്റേഷൻ സെല്ലിനുള്ളിൽ അഫാൻ മറിഞ്ഞു വീണു. ആശുപത്രിയിലെത്തിച്ച അഫാന്റെ വൈദ്യപരിശോധന പൂർത്തിയാക്കി തിരികെ സ്റ്റേഷനിലെത്തിച്ചു. കമലേഷ് തെക്കേക്കാട് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. കമലേഷ്, ഇപ്പോൾ എങ്ങനെയാണ് ഈ അഫാന്റെ അവസ്ഥ? തിരികെ ഈ സ്റ്റേഷനിലേക്ക് തന്നെ തിരികെ എത്തിച്ചു. ഒപ്പം തന്നെ ഇന്ന് തെളിവെടുപ്പ് നടക്കുമെന്ന് ഒരു വിവരം കൂടി ലഭിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. നന്ദു, തീർച്ചയായും ഇന്ന് അഫാനെ ഈ കൊലപാതകം നടന്ന വീട്ടിലുൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനിരുന്നതാണ് പോലീസ്. അതിനുള്ള ഒരുക്കങ്ങളിലായിരുന്നു രാവിലെ. രാവിലെ തന്നെ തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്നതിന് മുന്നോടിയായി ഈ ശുചിമുറിയിലേക്ക് പോയ സമയത്താണ് അഫാൻ ഇത്തരത്തിൽ കുഴഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമുണ്ടായത്. പെട്ടെന്ന് തന്നെ ഈ അഫാനെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ കല്ലറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിക്കുകയും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. പക്ഷേ യാതൊരു കുഴപ്പവും അഫാനിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം ഇത് അഫാന്റെ, അതായത് ഈ തെളിവെടുപ്പ് ഇല്ലാതാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിന് വേണ്ടിയുള്ള അഫാന്റെ ഒരു നാടകം എന്ന നിലയിൽ തന്നെയാണ് പോലീസ് അതിനെ കാണുന്നത്. ഏതായാലും പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. യാതൊരു പ്രയാസവും അഫാന് നിലവിലില്ല. ഏതായാലും അല്പസമയത്തിനകം പ്രതിയെയും കൊണ്ട് തെളിവെടുപ്പ് നടത്താൻ തന്നെയാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. ഈ വെഞ്ഞാറമൂടുള്ള വീട്ടിൽ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം ഈ പിതൃമാതാവിനെ കൊലപ്പെടുത്തിയ ശേഷം അവരുടെ മാല കൈക്കലാക്കിയിരുന്നു. ആ മാല പണയം വെച്ച സ്ഥാപനത്തിൽ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം ഈ ചുറ്റിക വാങ്ങിയ സ്ഥാപനത്തിൽ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അത്തരത്തിൽ നിരവധി കാര്യങ്ങൾ പോലീസിന് മുന്നിലുണ്ട്. എന്ന് മാത്രമല്ല, നാളെ കൂടി മാത്രമാണ് അഫാന്റെ കസ്റ്റഡി കാലാവധിയുള്ളത്. 8-ാം തീയതി വൈകിട്ട് 4 മണിക്ക് മുൻപ് അഫാനെ കോടതിയിൽ ഹാജരാക്കേണ്ടതുമുണ്ട്. 3 ദിവസത്തെ കസ്റ്റഡിയാണ് കഴിഞ്ഞ ദിവസം പോലീസിന് അനുവദിച്ച് കിട്ടിയത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തെളിവെടുപ്പടക്കം പൂർത്തിയാക്കി, ചോദ്യം ചെയ്യലടക്കം പൂർത്തിയാക്കി ഈ കേസിനെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കൊണ്ടുപോവുക, അല്ലെങ്കിൽ ആ നിലയിലുള്ള ഒരു അന്വേഷണത്തിൽ വേഗതയോടുകൂടി ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിലവിൽ പോലീസ് ആലോചിക്കുന്നത്. അല്പസമയത്തിനകം തെളിവെടുപ്പിനായി പ്രതിയെ കൊണ്ടുപോകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നന്ദു. ശരി, കമലേഷ് തെക്കേക്കാടാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.